വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണ മിസ് ആണ്. അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ടു അവർ ബോഡി അസോസിയേറ്റഡ് വിത്ത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ? അപ്പൊ ഉച്ഛ്വാസ നിശ്വാസ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ നടക്കുന്നില്ലേ? ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാം, അല്ലെങ്കിൽ കോളം ആക്കിയിട്ട് എഴുതാൻ ചോദിക്കാം. എങ്ങനെ വന്നാലും നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ രസകരമായിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഉച്ഛ്വാസ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക. ഇൻഹൈലേഷൻ അല്ലെ, എന്താണ്? ഡയഫ്രം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു. അപ്പൊ ഡയഫ്രം എന്താ ചെയ്യുക? ഉച്ഛ്വാസ സമയത്ത് ഒന്ന് ചുരുങ്ങി വളവൽപ്പം നിവരുക ചെയ്യാം. വാരിയലിൻ കൂടെ ഉയരുന്നു. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല അല്ലെ? വാരിയലിൻ കൂടെ ഉയരുന്നുണ്ട്. ഡയഫ്രം ആണ് ചുരുങ്ങിയിട്ട് ഒന്ന് വളവൊക്കെ കുറഞ്ഞിട്ട് അല്ലെ വരുന്നത്. ഔരാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, ശ്വാസകോശം വികസിക്കുന്നു. നോക്കിക്കേ, ദ വോളിയം ഓഫ് ദ thoracic cavity increases, the lung expands. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ലങ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. നമ്മുടെ ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്തതായിരിക്കും അല്ലെ. അപ്പൊ വായു എന്ത് ചെയ്യും? പിന്നീട് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സൈലേഷൻ ആണ് നടക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ നിശ്വാസമാണ് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യാ? ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു, വാരിയലിൻ കൂടെ താഴുന്നു. അപ്പൊ ഡയഫ്രം എന്ത് ചെയ്യും? പഴയ പോലെ തന്നെയാവും. ആ വാരിയലിൻ കൂടെ, ഉയർന്ന വാരിയലിൻ കൂടെ താഴത്തേക്ക് മാറും അല്ലെ. ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേജ് ആൻഡ് റിബ് കേജ് മൂവ്സ് ഡൗൺ. റിബ് കേജ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇനി അടുത്ത് നോക്കിക്കേ, ദ വോളിയം ഓഫ് ദ thoracic cavity. നിശ്വാസത്തിന്റെ സമയത്ത് വോളിയം ഓഫ് ദ thoracic cavityയിൽ എന്താ സംഭവിക്കുന്നത്? അത് ഡിക്രീസ് ആവുകയാണ്. ലങ് എന്ത് ചെയ്യും? കൺട്രാക്ട്. നേരത്തെ ലങ് വികസിച്ചപ്പോൾ ഇവിടെ എക്സൈലേഷന്റെ സമയത്ത് അത് കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദ എയർ മൂവ്സ് ഫ്രം ദ ലങ്സ് ടു ഔട്ട്സൈഡ് അല്ലെ. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് അല്ലെ. ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത് നിങ്ങളോട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും കേട്ടോ, എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പൊ രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഉച്ഛ്വാസ സമയത്താണെന്നുണ്ടെങ്കിൽ അല്ലെ, ലങ്സ്, thoracic cavity ഒക്കെ നോക്കിക്കേ നിങ്ങൾ, ഇവിടെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇൻഹൈലേഷന്റെ സമയത്ത് വോളിയം ഓഫ് ദ thoracic cavity ഇൻക്രീസ് ചെയ്യുന്നു, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി നേരത്തെ എക്സ്ഹൈലേഷൻ ആ പറയുന്നെങ്കിലോ, നോക്കിക്കേ, വോളിയം ഓഫ് ദ thoracic cavity ഡിക്രീസസ്, ലങ് എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ശ്വസിക്കുന്നതിനെ കുറിച്ച് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ പാനിക് ഒക്കെ ആവുന്ന സമയത്തല്ലേ നമ്മളോട് പറയാറുണ്ട്, നല്ലോണം എന്ത് ചെയ്യുക? വായു ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് അല്ലെ, എയർ ഇൻടേക്ക് നടത്താൻ വേണ്ടി പറയാറുണ്ട്. അപ്പൊ നന്നായിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും എഴുതില്ലേ? അപ്പൊ അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.